20 വയസ്സുള്ള ലിയോണൽ മെസ്സി ജനിച്ച് 5 മാസം മാത്രം പ്രായമായ ലമീൻ യമാലിനെ കുളിപ്പിക്കുമ്പോൾ ആരും ഓർത്തില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറം ലോക ഫുട്ബോളിന്റെ വിശ്വമൈതാനത്ത് അവരിരുവരും ഏറ്റുമുട്ടുമെന്ന. യൂണിസെഫിന്റെ പണം സമാഹരിക്കാനുള്ള കാലണ്ടറിന്റെ ഒരു പരസ്യ ചിത്രീകരണത്തിനായി ബാത്തബിൽ കുഞ്ഞു ലമീനെ കുളിപ്പിക്കുന്ന മെസ്സി ചിത്രം ഒരിക്കൽ കൂടി ലോകത്തിന്റെ ശ്രദ്ധ കവരുകയാണ്. സ്പാനിഷ് പത്രമായ ഡയറിയോ സ്പോർട്ടുമായി ചേർന്ന് യൂണിസെഫ് നടത്തിയ കാലണ്ടർ ഷൂട്ടിൽ ബാഴ്സ താരങ്ങൾ കുട്ടികളോടും കുടുംബങ്ങളോടും ചേർന്ന് ഫോട്ടോ എടുക്കുന്നതായിരുന്നു പ്രോജക്ട്. യാദൃശ്ചികതയുടെ പന്തുരുട്ടൽ അവിടെ തുടങ്ങുകയായി. നറുക്കെടുപ്പിലൂടെയാണ് ലമീൻ യമാലിന്റെ കുടുംബം ഫോട്ടോഷൂട്ടിലേക്ക് എത്തിയത്. അവർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ നറുക്ക് വീണത് സാക്ഷാൽ മെസ്സിക്കും. കുഞ്ഞിനെ എങ്ങനെ പിടിക്കണമെന്ന് പോലും 20 വയസ്സുള്ള മെസ്സിക്ക് അന്നറിയില്ലായിരുന്നു. ഫുട്ബോൾ ഇതിഹാസമാകാൻ പോകുന്നതിന്റെ തുടക്കത്തിലായിരുന്നു മെസ്സി എന്ന. കയ്യിലുള്ള കുഞ്ഞ് ഭാവിയിലെ ഇതിഹാസമാകാൻ പോകുന്നവനും. വെറുമൊരു കാലണ്ടർ ഫോട്ടോ മാത്രമായിരുന്നില്ല അന്ന് ക്യാമറയിൽ പതിഞ്ഞത്. ലോകം ആഘോഷിക്കാൻ പോകുന്ന ചരിത്ര നിമിഷമായിരുന്നു. 20 വയസ്സിന്റെ ആയുസ് വ്യത്യാസങ്ങളുള്ള 2 പേർ കളിക്കളത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. 2 പേരും ബാഴ്സ വളർത്തിയവർ. ഈ ലോകകപ്പിൽ ബാഴ്സ ആരാധകർ ആർക്കൊപ്പം നിൽക്കും? എല്ലാം നേടി കാൽപന്തിന്റെ സുന്ദര ലോകത്തോട് ഏറ്റവും അഭിമാനത്തോടെ വിട പറയാൻ ഒരാൾ കളത്തിലിറങ്ങുന്നു. കാൽപന്തിന്റെ ലോകത്ത് മെസ്സി പടുത്തുയർത്തിയ റെക്കോർഡുകൾ ഓരോന്നും കീഴടക്കാനുള്ള ജൈത്രയാത്ര തുടങ്ങുന്നു മറ്റൊരാൾ. 2002 ബാത്ത് ടബിൽ നിന്ന് ലമീൻ യമാൽ 2026 ലോകകപ്പ് മൈതാനത്തോളം വളർന്നിരിക്കുന്നു. മെസ്സിയുടെ മികവിന്റെ അല്പമെങ്കിലും കിട്ടിയാൽ സന്തോഷവാനായെന്ന് വിനയം കൊള്ളുന്നു ലമീൻ. കളത്തിൽ താൻ എതിരിടാൻ പോകുന്നത് സാക്ഷാൽ മിശിഹായെയാണെന്ന് മറ്റാരേക്കാളും നന്നായി ലമീൻ അറിയാം. ഇനിയൊരു ഫ്രെയിമിനായി ലോകം കാത്തിരിക്കുകയാണ്. വിജയിച്ച ശേഷമുള്ള മെസ്സിയുടെയും ലമീൻ യമാലിന്റെയും ചേർത്ത് പിടിച്ചുള്ള വിലയേറിയ ഫോട്ടോ ഫ്രെയിമിനായി. ജയപരാജയം